നമസ്കാരം. കഴിഞ്ഞ 24 വർഷമായി മലയൻകീഴ് സ്വദേശിയായ സുനീഷിന് പിന്നാലെ പോലീസുണ്ട്. പോലീസിന് പിന്നാലെ സുനീഷും. പോലീസ് പകയിൽ നിന്നും സംരക്ഷണവും നീതിയും തേടി സുനീഷ് 2.5 പതിറ്റാണ്ടായി നിയമപോരാട്ടം തുടരുന്നു. മലയൻകീഴ് സ്വദേശിയായ സുനീഷ് കുമാർ ഹൈക്കോടതിയും മുഖ്യമന്ത്രിയും മുതൽ താഴോട്ടുള്ള എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും നീതിക്കായി സമീപിച്ചു. ചിലയിടങ്ങളിൽ നിന്ന് അനുകൂല വിധിയുണ്ടായി. ചില സ്ഥലങ്ങളിൽ കേസുകൾ തിരക്കഥ പോലെ പോലീസ് മാറ്റിയെഴുതി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒപ്പമുണ്ടായിരുന്ന CPM നേതാക്കളും എതിർചേരിയിലായി. പ്രതികളായ പോലീസുകാർ യാതൊരു കുഴപ്പവുമില്ലാതെ ഇപ്പോഴും സർവീസിൽ തുടരുന്നു. സുനീഷ് കുമാർ നീതിക്കായി കോടതികൾ കയറിയിറങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാക്കിക്കുപ്പായം കാരണം ജീവിതം ദുരിതത്തിലായ ഒരു മുൻ CPM പ്രവർത്തകന്റെ കഥയാണിത്. 2001 ഓഗസ്റ്റ് 19 മലയൻകീഴ് ശാന്തമൂല SR ഭവനിൽ SR സുനീഷ് കുമാറിന്റെ ജീവിതം വഴിമാറുന്നത്. മലയൻകീഴ് പോലീസ് സ്റ്റേഷനിലെ SI വിനോദ് പോലീസ് ജീപ്പിൽ വരുമ്പോൾ ബൈക്കിൽ വന്ന 2 ചെറുപ്പക്കാരെ ഇടിച്ചു വീഴ്ത്തിയതിനെ തുടർന്ന് നാട്ടുകാർ ജീപ്പ് തടഞ്ഞു വെച്ചു. അപകടത്തിൽപ്പെട്ട ഒരു CPM പ്രവർത്തകനായതിനാൽ സുനീഷ് കുമാറും പോലീസിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. അതോടുകൂടി താൻ പോലീസിന്റെ നോട്ടപ്പുള്ളിയായതായി സുനീഷ് പറയുന്നു. 3 ദിവസം കഴിഞ്ഞ് പോലീസും പാർട്ടി പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് സുനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലെത്തിച്ച് ഭീകരമർദ്ദനം തുടരുന്നതിനിടയിൽ കണ്ണിന് ഗുരുതര പരിക്കേറ്റു. കാഴ്ചശക്തിയെ ബാധിക്കുന്ന മാരകമുറിവായതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതിനിടയിൽ കാട്ടാക്കട CI ആയിരുന്ന KS ശ്രീകുമാർ സുനീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പോലീസുകാരെ ക്രൂരമായി മർദ്ദിച്ചു വധിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു കേസ്. റിമാൻഡ് ചെയ്തെങ്കിലും ഗുരുതര പരിക്കായതിനാൽ മെഡിക്കൽ കോളേജ് പോലീസ് സെൽ റൂമിൽ അഡ്മിറ്റ് ചെയ്തു. സർക്കാർ കണ്ണാശുപത്രിയിലെ പരിശോധനയിൽ ഇടതു കണ്ണിന്റെ കാഴ്ച 25% നഷ്ടപ്പെട്ടതായി ഡോക്ടർ അറിയിച്ചു. ചികിത്സിച്ച ഡോക്ടർമാരെ സാക്ഷിയാക്കി സുനീഷ് പോലീസിനെതിരെ സ്വകാര്യ അന്യായം കാട്ടാക്കട കോടതിയിൽ ഫയൽ ചെയ്തു. എന്നാൽ സർക്കാരിൽ നിന്നും പ്രോസിക്യൂഷൻ അനുമതി വാങ്ങാത്ത കാരണത്താൽ 2007 കേസ് കോടതി തള്ളി. തുടർന്ന് അനുമതിക്കായി അപ്പീൽ നൽകി. 2002 വനംവകുപ്പിലും പിന്നീട് GST വകുപ്പിലും സുനീഷിന് ജോലി കിട്ടി. അതിനിടയിൽ 2009 പോലീസുകാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചു. പിന്നീട് ഒത്തുതീർപ്പ് വ്യവസ്ഥയും വാഗ്ദാനങ്ങളുമായി പോലീസുകാർ സുനീഷിനെ തേടിയെത്തി. കള്ളക്കേസിൽ കുടുക്കിയവർക്ക് ശിക്ഷ വാങ്ങി നൽകണമെന്ന ഉറച്ച തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാത്ത സുനീഷിനെ തേടി പിന്നീടെത്തിയത് ഒരിക്കലൊപ്പം നിന്ന പ്രാദേശിക CPM നേതാക്കളായിരുന്നു. അവരുടെ ഒത്തുതീർപ്പ് വാഗ്ദാനങ്ങളും സുനീഷ് അംഗീകരിച്ചില്ല. ഇതോടെ വിവിധ തലങ്ങളിൽ നിന്നും സുനീഷിനെതിരെ പ്രതികാര നടപടികൾ ആരംഭിച്ചു. മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പലതവണ ഭീഷണി എത്തി. പരാതിയുണ്ടെന്നും വിജിലൻസ് ഓഫീസിൽ എത്തണമെന്നും അറിയിപ്പ് വന്നു. രേഖാമൂലം അറിയിച്ചാൽ വരാമെന്നും മറുപടി നൽകിയപ്പോൾ അത് അവസാനിച്ചു. ഇതിനിടയിൽ സമാധാന ജീവിതത്തിനായി വീട് വിറ്റ് സ്ഥലം മാറി. ഒരു ദിവസം രാത്രിയിൽ പോലീസ് വീട് വളഞ്ഞു. ബൈക്കിന്റെ ഫിനാൻസ് മുടങ്ങിയതിന്റെ പേരിൽ വാറന്റ് ഉണ്ടെന്നായിരുന്നു കാരണം പറഞ്ഞത്. എല്ലാ മുടക്കവും തീർത്തടച്ച രസീത് കാണിച്ചിട്ടും വിട്ടില്ല. അടുത്ത ദിവസം കോടതി ഉത്തരവ് ഹാജരാക്കിയ ശേഷം സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചു. 2009 ഡിസംബർ 23 SI P അനിൽകുമാറും 3 പോലീസുകാരും വീട്ടിലെത്തി മണൽ കടത്തിൽ പങ്കുണ്ടെന്ന ആരോപണവുമായി സ്റ്റേഷനിലെത്തിച്ചു. ഷട്ടറിൽ വിലങ്ങിട്ട് കൈ ബന്ധിപ്പിച്ചായിരുന്നു ഭീകരമർദ്ദനം. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി സ്റ്റേഷനിലെത്തിയപ്പോൾ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വാരിയിൽ ഒടിഞ്ഞതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അടുത്ത ദിവസം തന്നെ ആശുപത്രിയിൽ പോലീസ് എത്തി ഡിസ്ചാർജ് വാങ്ങി കാട്ടാക്കട സ്റ്റേഷനിലെത്തിച്ചു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം 2 കേസുകൾ സുനീഷിനെതിരെ രജിസ്റ്റർ ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് സെല്ലിൽ കിടന്ന പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചതിൽ 1ാം പ്രതിയായി മണൽ മാഫിയയെ പിടിക്കാൻ പോലീസ് വന്നപ്പോൾ മണലൂറ്റുകാർ ഓടി രക്ഷപ്പെട്ടെന്നും അവിടെയുണ്ടായിരുന്ന സുനീഷ് ഒറ്റയ്ക്ക് SIയെയും 3 പോലീസുകാരെയും അസഭ്യം പറഞ്ഞ് യൂണിഫോം വലിച്ചു കീറി മർദ്ദിച്ചെന്നുള്ള മറ്റൊരു കേസും ചാർത്തപ്പെട്ടു. റിമാൻഡ് അപേക്ഷയുമായി കോടതിയിലെത്തിയ പോലീസ് പ്രതിയായി. സുനീഷിന് ജാമ്യം അനുവദിക്കുകയും മൊഴി രേഖപ്പെടുത്തിയ കോടതി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത സമയം കൈവശമുണ്ടായിരുന്ന 13,000 രൂപ വിലയുള്ള ഫോണും പോക്കറ്റിലുണ്ടായിരുന്ന പണവും തിരികെ ലഭിച്ചില്ല. 2010 മാർച്ച് 2 ഹർത്താൽ ദിവസം മലയൻകീഴ് വില്ലേജ് ഓഫീസ് അടിച്ചുപൊട്ടിച്ചെന്ന കാരണം ചൂണ്ടിക്കാട്ടി ഒരു കേസ് സുനീഷിനെതിരെ രജിസ്റ്റർ ചെയ്തു. ഇത് കള്ളക്കേസാണെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ DGPയുടെ പ്രത്യേക ടീം അന്വേഷിച്ച് സുനീഷ് നിരപരാധിയാണെന്ന് കണ്ടെത്തി. മാത്രമല്ല കേസെടുത്ത CIക്കും SIക്കുമെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഒരു നടപടി ഉണ്ടായില്ല. അതേസമയം സുനീഷ് കുമാറിനെ തനിക്ക് മുൻപരിചയമില്ലെന്നും അദ്ദേഹവുമായി യാതൊരു വ്യക്തിവിരോധവും ഇല്ലെന്നും ഇപ്പോൾ കഴക്കൂട്ടം സൈബർ സിറ്റി AC ആയ P അനിൽകുമാർ പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് മണൽ കടത്ത് സംശയത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തപ്പോൾ വയലന്റായി പെരുമാറിയത് അദ്ദേഹമാണ്. തന്നെ SI ആയി തരം താഴ്ത്തിയ നടപടി സർക്കാർ പിൻവലിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി സുനീഷ് കുമാറിനെ വേട്ടയാടുകയാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അനിൽകുമാർ പറഞ്ഞു.